കേരളം മുഴുവൻ മോഹൻലാൽ മമ്മൂട്ടി എന്ന 2 ഡിവിഷൻസിലാണ്. പക്ഷെ അവരുടെയൊക്കെ മനസ്സിൽ എവിടേക്കോ ദിലീപ് എന്ന നടനും സ്ഥാനം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, ഇതാണ് യഥാർത്ഥ ചരിത്രം. നമസ്കാരം. ഇതാണ് സർ, ഞാൻ പറഞ്ഞ ആള് ദിലീപ്. ദിലീപിനെ വിളിപ്പിച്ചെന്തിനാന്ന് മനസ്സിലായോ? ഇല്ല, യാതൊരു ഐഡിയ ഇല്ല. താൻ ഇതിനു മുമ്പ് വല്ല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടാ? ഇല്ല, മുമ്പ് ചിലരുടെ മിമിക്രിയൊക്കെ ഉണ്ടായിരുന്നു. അതെ, അനുകരണമല്ല ഞങ്ങൾക്ക് ആവശ്യം, ദിലീപിന്റെ തനതായ കഴിവുകളാണ് പ്രദർശിപ്പിക്കേണ്ടത്. ദിലീപിനെ ഞങ്ങൾ വിളിപ്പിച്ചത് എന്റെ അടുത്ത പടത്തില് ദിലീപ് അഭിനയിക്കുന്നു, ഹീറോ ആയിട്ട്. എന്റെ ഈശ്വര, ആൻറ്റി ഹീറോസിനെയൊക്കെ അടിച്ചിട്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അടിച്ചിടുമ്പോൾ നമുക്കൊരു നായകനോ വില്ലനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം ഞാനെന്ന് പറയുന്നത് വെറും ഒരു കൊമേഡിയനായി. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. ഇനി എന്റെ റൺവേ കയറി കളിച്ച ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. പോലീസ് സംഘം 410 നമ്പർ മുറിയിലേക്ക് കയറുന്നു. ഈ സംഭവം തീർച്ചയായിട്ടും വരും ദിലീപൊക്കെ. കാരണം ഏതെങ്കിലും തരത്തിൽ ദിലീപൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ തന്നെ വരും. അപ്പൊ താൻ ഇനി എങ്ങോട്ട് പോവും? ഒന്നും തീരുമാനിച്ചിട്ടില്ല. മുന്നില് ഒരു വെട്ടം കണ്ടില്ല. പക്ഷെ വരാനുള്ള കാരണം എന്താണ്? എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ആരെ? ദിലീപേട്ടന്. ദിലീപേട്ടനാണ് ഞങ്ങളെ ആ വീട്ടിലാണ് താമസിക്കുന്നത്.